നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അള്ളാഹു നടത്തിത്തരും. അത് ഹലാലാണെങ്കിൽ അള്ളാഹ് നടത്തിത്തരും, ഉറപ്പാണ്. അത് ഞങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതാറുണ്ട്, പക്ഷേ വേണ്ട. ആ പക്ഷയ്ക്ക് കാരണം എന്താ? 4 കാര്യങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഈ 4 കാര്യങ്ങൾ ഉറപ്പിച്ചോ, എന്നിട്ട് സൂറത്തുൽ ഫത്ഹ് ഓതി നോക്ക്. അള്ളാഹു താങ്ങിയെടുക്കും. അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ഹാപ്പി അല്ലേ? മനസ്സ് നിറഞ്ഞൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മസാഉൽ ഖൈറിൽ നമുക്കിങ്ങനെ കുറച്ച് ഇൽമു പഠിക്കണം. ശേഷം എന്നും ചൊല്ലേണ്ട ദിക്റുകൾ, പതിവായി ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹംദിൻ്റെ ഫലമെന്നോണം ലൈഫ് അള്ളാഹു അടിപൊളിയാക്കി തരട്ടെ. സൂറത്തുൽ ഫത്ഹിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അല്ലേ? ഒരുപാട് മഹത്വങ്ങളുണ്ട്, ചെറിയ മഹത്വങ്ങളൊന്നുമല്ല. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, സൂറത്തുൽ ഫത്ഹ് പതിവാക്കുന്ന ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾ അള്ളാഹു നീക്കിത്തരും. അവൻ്റെ മനസ്സിൽ എത്ര വലിയ സങ്കടങ്ങളുണ്ടെങ്കിലും അള്ളാഹ് അത് നീക്കിത്തരും. മക്കളില്ലേ, അള്ളാഹ് മക്കളെ തരും. മക്കൾ നന്നാകണം, അള്ളാഹു മക്കളെ നന്നാക്കി തരും. സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയത്തിൻ്റെ സൂറച്ചാൻ. അതുപോലെ വഴിതെറ്റിപ്പോയ മക്കളിലൂടെ ഒരുപാട് വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അള്ളാഹു ആ മക്കളെ നേർവഴിയിലാക്കും. അതുപോലെ ദുനിയവിയായ ഉഖറവിയായ എല്ലാ പ്രയാസങ്ങളെയും നീക്കി അവിടേക്ക് വിജയം തരും. ദുനിയാവിലെ വിജയം വേണ്ടേ? വേണം. ആഖിറത്തിലെ വിജയം വേണ്ടേ? വേണം. നരകത്തിൽ നിന്ന് കാവൽ, സിറാത്ത് പാലം കടക്കണം, സ്വർഗീയ ലോകത്ത് ഏറ്റവും വലിയ മനോഹരമായ അവസ്ഥയിലെത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലിരുന്നിട്ട് എൻ്റെ മുത്തുനബി ഒന്ന് കാണണം. ഇതൊക്കെ വിജയിച്ചവർക്കല്ലേ ലഭിക്കുള്ളൂ. സൂറത്തുൽ ഫത്ഹ് കൊണ്ട് ലഭിക്കുന്നതാണ്. ആഗ്രഹങ്ങൾ നിറവേറും. അതിന് 7 തരം തിരിച്ചിട്ടുണ്ട്, 7 ഗ്രൂപ്പായിട്ട് ഇമാമിങ്ങൾ. ഒന്ന് കടം. കടബാധ്യതയുള്ള ആളുകൾ സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഈ പറയുന്നത് പോലെ പതിവാക്കിക്കോ, അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും. മറ്റൊന്ന് വീട് സംബന്ധിയായ പ്രശ്നങ്ങൾ. വീട് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു ഇത് എളുപ്പാക്കി തരുന്നേ. നിങ്ങളുടെ വീട് നിർമ്മാണം അള്ളാഹ് പൂർത്തീകരിച്ച് തരും. അധ്വാനിക്കണം കേട്ടോ. അതുപോലെ സ്വന്തമായൊരു വീട് വേണമെന്ന് കൊതിക്കുന്നവരുണ്ട്, സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തോളൂ. മൂന്നാമത്തേത് വിവാഹമാണ്. കല്യാണം നടക്കണില്ല ഉസ്താദേ എന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമില്ല എന്ന് പറഞ്ഞവർ, ഫത്ഹ് ഓതിക്കോളൂ, അള്ളാഹു റെഡിയാക്കി തരും. നാലാമത്തേത് ജോലി. എന്തോരം ശ്രമിച്ചു, എന്തോരം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു എന്നാണ്. എത്ര ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്തു? ഒരുപാട് അറ്റൻഡ് ചെയ്തു ഉസ്താദെ. എന്നാൽ ഞാൻ ഈ പറയുന്നത് പോലെ സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് അറ്റൻഡ് ചെയ്തോ, അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. അതുപോലെ 5-ാമത്തേത് രോഗം. മാരക രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സൂറത്തുൽ ഫത്ഹ് പതിവാക്കിക്കോളൂ. ഇനി ഫത്ഹ് പതിവാക്കുന്നത് കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ തരുമത്രേ. 6-ാമത്തേത് കുടുംബ പ്രശ്നങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം. അപ്പോൾ നമ്മൾ നാളെ 10 മണി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ, ഇംദാദി വ്ലോഗ് എന്ന ചാനലിൽ ഒന്നരാടം രാവിലെ 10 മണിക്ക് സൈക്കോളജിക്കൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതമൊക്കെ മനോഹരാക്കാൻ പറ്റിയ വീഡിയോസ് ആണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെ ജീവിതം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോയി ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ, പരസ്പരം സ്നേഹം ഉണ്ടാകാൻ, അമ്മായിയമ്മ മരുമകൾ സ്നേഹം ഉണ്ടാകാൻ, ഭർത്താവ് എന്നെ സ്നേഹിക്കാൻ, ഭാര്യ എന്നെ സ്നേഹിക്കാൻ, മക്കൾ സ്നേഹിക്കാൻ, അങ്ങനെ തുടങ്ങിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. 7-ാമത്തേത് വാഹനം കൊതിക്കുന്നവർ, വാഹനത്തിൽ അള്ളാന്റെ കാവലുണ്ടാകാനൊക്കെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാം. എത്ര ദിവസം? ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം. 3, 7, 11, 14 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പാരായണം ചെയ്യാം അല്ലേ? 21 തവണ. ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 21 തവണ 3 ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റിയാൽ ഏത് നെയ്യത്താണോ ഉള്ളത് ആ നെയ്യത്ത് അള്ളാഹു വീട്ടിത്തരും. 21 തവണ 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 11 ദിവസം കൊണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് 3 ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കലാണ്. അള്ളാഹു എല്ലാം അടിപൊളിയാക്കി തരും. ഇനി ഇങ്ങനെയൊക്കെ ഓതിയിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണമാണ് നമ്മൾ പറയാൻ പോണത്. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓതാൻ. ഒന്ന്, അള്ളാഹ്ക്ക് വേണ്ടി ഓതണം. ആർക്ക് വേണ്ടി ഓതണം? നമ്മൾ ഫത്ഹ് ഓതി എന്തിനാ? കല്യാണം നടക്കാൻ, കച്ചവടം നടക്കാൻ, അല്ലെങ്കിൽ കടം വീടാൻ. ഇതിനൊന്നുമല്ല ഫത്ഹ് ഓതേണ്ടത്. ഇബാദത്ത് അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാം. അതിനൊക്കെ ശേഷം പടച്ചോനെ നിനക്ക് വേണ്ടി ഓതിയ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മോളുടെ കല്യാണം നടത്തി തരണേ അല്ലാ. ഓതേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? 2-ാമത്തേത് വുളു എടുത്ത് ഓതുക. കാണാതെ അറിയുമെങ്കിലും വുളു എടുത്ത് ഓതൽ അതിൻ്റെ ഒരു മര്യാദയാണ് അല്ലേ? വുളു എടുത്തുകൊണ്ട് ഓതുക. അപ്പോൾ നമുക്ക് വുളു എടുത്ത് കൃത്യമായി ഓതുന്നത് കൊണ്ട് തന്നെ അതിന് സ്വീകാര്യത കൂടുതലാണ്. പ്രത്യേക ഒരു പവർ അതിനുണ്ട്. 3-ാമത്തേത് നോക്കി ഓതൽ ഒരു അധബാണ്. അഊദ് കൊണ്ട് തുടങ്ങുക ഇല്ലേ? നോക്കി ഓതുക.
ഇതൊക്കെ മൂന്നാമത്തതിൽ നമുക്ക് പഠിച്ചാൻ പറ്റും. നോക്കി ഓത്, കാണാതെ അറിയുമെങ്കിലും നോക്കി തന്നെ ഓതിക്കോളും. ഇപ്പോൾ യാസീൻ കാണാതെ ഓതി ഒരുപാട് തെറ്റ് വരുത്തുന്ന ആൾക്കാരുണ്ട്. ഇനി തെറ്റുമില്ലെങ്കിലും നോക്കി ഓതലാണ് ഏറ്റവും മഹത്തരമായത്. അത് ഫോണിൽ നോക്കി ഓതരുത്. ഖുർആൻ മുസഹഫ് എടുത്ത് ഓതുക, അതൊരു അദബാണ്. അതൊക്കെ അതിൻ്റെ സ്വീകാര്യതയ്ക്കുള്ള അദബുകളാണ്. അതുപോലെ യക്കീൻ ഉണ്ടാവുക, ഉറപ്പിച്ച് വിശ്വസിക്കാം. ഏതായാലും ഉസ്താദ് പറഞ്ഞാലേ ഒന്ന് ശ്രമിച്ചു നോക്കാം, അങ്ങനെയല്ല, ഉറച്ച ബോധ്യം, എനിക്കല്ല തരും, ഉറപ്പാണല്ലോ നടത്തി തരും എന്നുള്ള ബോധ്യത്തിലോതാം. നാലാമത്തേത് ഖിബിലക്ക് അഭിമുഖമായി തന്നെ, അതും അതിൻ്റെ ഒരു അദബാണ്. ഖിബിലക്ക് അഭിമുഖമായിരുന്നു ഓതുക. ഓതിയതിനു ശേഷം ദുആ ചെയ്യാം. നിങ്ങൾ ഖത്മ ചെയ്യുമ്പോഴാണെങ്കിലും ഖുർആൻ ഓതിയതിനു ശേഷമാണെങ്കിലും ദുആ ചെയ്താൽ ആ ഉടനെയുള്ള ദുആക്ക് ഉത്തരമുണ്ട്. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി ഓതിയിട്ട് അതിനുശേഷം പടച്ചവനെ നിനക്ക് വേണ്ടിയാണല്ലോ ഞാനിത് ഓതിയത്, അതിൻ്റെ വർക്കത്തുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ നീക്കി തരണേന്ന് ദ്വാരക്ക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇന്ന് മസാഉൽ ഖൈറിൽ നമ്മൾ പഠിച്ച ഈ മനോഹരമായ ഇൽമ് ഇത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ രാത്രി പതിവാക്കേണ്ട അതിവിശിഷ്ടമായ ചില ദിക്റുകൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്താം. ഒരു 11 തവണ നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ എല്ലാം നീങ്ങിപ്പോകാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. سبحان الله 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 سبحان الله. الحمد لله 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 الحمد لله. الله أكبر 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 الله أكبر. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണറപ്പനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ്
കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഹാസിലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനെ. ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. മനപ്രയാസങ്ങളെല്ലാം നീക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. വേദനകൾ അകറ്റണേ അല്ലാ. അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. പൊന്നുമക്കൾക്ക് അസുഖം നൽകല്ലേ അല്ലാ. താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന് കാവലേകണയല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണയല്ല. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വിദേശത്തുള്ളവരുണ്ട്, ബറക്കത്ത് ചെയ്യണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബനാ, വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് കഅബാലയം കാണാൻ ആരംഭപ്പൂവിന്റെ റൗള കണ്ണിൽ നോക്കി നിന്ന് കൺകുളിർമയോടെ നിന്ന് കോടാനുകൂടി സ്വലാത്തുകൾ സലാമുകൾ എന്റെ ഹബീബിലേക്ക് വർഷിക്കാൻ നീ തൗഫീഖ് നൽകണയല്ല. മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാൻ, അതിന്റെ ഫലം ആസ്വദിക്കാൻ തൗഫീഖ് നൽകണയല്ല. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.